കുറേ പേര് പറയാറുണ്ട് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും വർക്ക് ആവൂല. ഒറ്റ മാസം കൊണ്ടാണ് നമ്മളുടെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ചാനൽ പൂട്ടി പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീണ്ട ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ ലോങ് വീഡിയോസ് ഇടാതാവുമ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ഒന്നും എൻ്റെ അപ്ലോഡ് ചെയ്യാത്തതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, നല്ല പ്ലാനിങ് നടക്കുന്നുണ്ട്. പക്ഷേ എടുക്കാനുള്ള മടി കൊണ്ടാണ് ഇത്രയും ലാഗ് ആയത്. ഇനി മുതൽ നമ്മൾ ഈ ഒക്ടോബറിൽ എന്തായാലും ഡെയിലി യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനി മുതൽ എന്തായാലും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. ഗൈസ്, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ പേര് പറയാറുണ്ട് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെ നോക്കിയാൽ സംസാരിക്കേണ്ടത് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ക്യാമറയിൽ നോക്കുമ്പോൾ ഞാൻ വേറെ എവിടേക്കോ നോക്കി സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ക്യാമറയിൽ നോക്കിയിട്ടാണ് കേട്ടോ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മളുടെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ മീറ്റ് ചെയ്തത്, അതിൻ്റെ കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊന്നും വർക്ക് ആവില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആവുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ചധികം പേരിലേക്ക് എത്താനായിട്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് ഓപ്ഷൻ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്ങനെയാണ് ഹൈപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ യൂട്യൂബ് ടിപ്സ് വീഡിയോസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാലോ, നമ്മളുടെ ചാനൽ, ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2024 ഒക്ടോബർ 10 ആണ്. അതായത് ഈ മാസത്തേക്ക് നമ്മളുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമാവാൻ പോവാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ ചാനൽ തുടങ്ങി 11ാം മാസം വരെ എനിക്കുണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 50,000 55,000 ആയിരുന്നു. പിന്നെ ഒറ്റ മാസം കൊണ്ടാണ് നമ്മളുടെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് കടന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും വിചാരിച്ചിരുന്നില്ല ഒരു വർഷം ആവുന്നതിനുള്ളിൽ നമുക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഒറ്റ മാസം കൊണ്ട് തന്നെ 50,000+ സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് 5,000 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പെട്ടെന്ന് കയറിയിട്ടാണ് കേട്ടോ ഒറ്റ മാസം കൊണ്ട് നമ്മൾ 50,000 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിയത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറാനായിട്ട്, അതായത് നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ഓഡിയൻസിലേക്ക് നമ്മളുടെ വീഡിയോസ് എത്തണം, എന്നാൽ മാത്രമാണ് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഗ്രോത്ത് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ചെറുതായിട്ടൊരു വ്യൂ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മളുടെ ചാനൽ പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. മൊത്തത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂ കുറവും അതുപോലെ തന്നെ ഒട്ടും റീച്ച് ആവാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും നമ്മളുടെ ചാനൽ ഇപ്പോൾ സെറ്റാക്കി ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബ് ടിപ്സ് വീഡിയോസിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂട്യൂബ് സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല. ലാസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ മാസം ഒരു വീഡിയോ മാത്രമാണ്. പക്ഷേ നമ്മളുടെ ചാനലിൽ നമ്മൾ എപ്പോഴും ലൈവായിട്ട് വെക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് പറ്റുന്നൊരു കാര്യം ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഷോർട്സിൽ നിന്നാണ് കേട്ടോ. ലോങ് വീഡിയോസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷോർട്സിൽ നിന്നാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ്. എനിക്കും സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത് ഷോർട്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ ഓഡിയൻസിൽ എപ്പോഴും ലൈവായിട്ട്, അതായത്
അതായത് എല്ലാ ദിവസവും നമ്മളുടെ ഓഡിയൻസ് നമ്മളുടെ ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് നമ്മളുടെ ചാനലിനോടൊരു എന്താ പറയുക എല്ലാ ദിവസവും വീഡിയോ കാണാനായിട്ടൊരു ഇൻട്രസ്റ്റ് വരെയും അതുപോലെ തന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഷോർട്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നരാടോ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ചാനലിലും ഇതുപോലെ ഒരു വ്യൂ ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പ് ആയതുകൊണ്ടാണ്. ഞാൻ ഡെയിലി ഷോർട്സ് ഇടുന്ന ഒരാളായിരുന്നു. അത് പെട്ടെന്ന് ഒരു ദിവസം ഒരു 5-6 ദിവസം സ്റ്റോപ്പ് ആയപ്പോൾ എൻ്റെ ചാനലിൽ പിന്നെ എനിക്ക് വീഡിയോസ് ഇടുമ്പോൾ എന്താ പറയുക യൂട്യൂബിൻ്റെ അൽഗോരിതം ഒട്ടും തന്നെ നമ്മളോട് സഹകരിക്കൂല. വ്യൂസ് കയറുന്നില്ല, അധികം ഓഡിയൻസിലേക്ക് വീഡിയോസ് എത്തുന്നില്ല, മൊത്തത്തിൽ ഫ്ലോപ്പ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മളുടെ ചാനലിന് ഫുള്ളായിട്ട് വ്യൂ ഡ്രോപ്പ് വന്നിരുന്നിട്ട് ഞാൻ അതിനെ സെറ്റ് ആക്കിയത് ഇതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സമയത്തൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന വ്യൂസ് എന്ന് പറയുന്നത് 1000, 2000 അതിൽ കൂടുതലൊന്നും പോകാറില്ല. ഷോർട്സ് അപ്ലോഡ് ചെയ്താലും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്താലും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മളുടെ വീഡിയോസ് ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് കയറും, റീച്ച് ആവും. പക്ഷേ ചിലരുടെ എന്താ പറയുക ഒട്ടും തന്നെ വ്യൂസ് ഉണ്ടാവില്ല. അതിൽ നമ്മൾ തളരരുത്. നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പതുക്കെയാണ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂസ് ഒക്കെ നമുക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾ ഒരു ഗ്യാപ്പ് പോലും വരുത്തരുത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ പോലെ ലോങ് വീഡിയോസ് എടുക്കാൻ മടിയാണ്, ആഴ്ചയിൽ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് ലൈവ് ആക്കി വെക്കാനായിട്ട് മിനിമം ഡെയിലി ഒരു ഷോർട്സ് എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കണം. അതാണ് നമ്മൾക്ക് നമ്മളുടെ ചാനലിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ കൺസിസ്റ്റൻസി ആണ് നമ്മളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറാനായിട്ടുള്ള ടിപ്പ് നമ്പർ 1. ഇനി നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ടിപ്പ് നമ്പർ 2 ആണ്. നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 മിനിറ്റ് വരെയുള്ള ഷോർട്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്ര ലെങ്ത് വേണം എന്നുള്ളത് നമ്മളുടെ വീഡിയോയുടെ കണ്ടന്റ് അനുസരിച്ചിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഓഡിയൻസിന് ഷോർട്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് എന്താണ് അതിലുള്ള കണ്ടന്റ് എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ലോങ് വീഡിയോ പോലെ അത്ര ക്ഷമിച്ചൊന്നും ആരും ഷോർട്സ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഷോർട്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മാക്സിമം നമ്മൾ ലെങ്ത് കുറയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ ലെങ്ത് ഉള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല അത്ര ലെങ്ത് ആവശ്യമില്ലാത്തൊരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു നീട്ടി ഷോർട്സ് ചെയ്യാതെ ഒരു 30 സെക്കൻഡ് 1 മിനിറ്റിലൊക്കെ ഒതുങ്ങുന്ന ഷോർട്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സംസാരം, നമ്മളിപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ആക്റ്റീവായിട്ടൊക്കെ വോയിസ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഷോർട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒച്ചയും ബഹളമൊക്കെ എടുത്ത് നിങ്ങൾ ഷോർട്സ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഷോർട്സിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് കറക്റ്റായിട്ടൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് മാത്രം വോയിസ് കൊടുക്കാനായിട്ട് നിൽക്കുക. ഇപ്പോൾ ചിലരുടെ ഷോർട്സ് ഒക്കെ ഞാൻ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവർ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ ചിലരുടേത് അത് റീച്ച് ആവും, പക്ഷേ ചിലരുടേത് ഓഡിയൻസിന് ബോറിംഗ് ആയി തുടങ്ങും. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വീഡിയോയിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയാം. ലാസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഓഡിയൻസും ലാസ്റ്റ് വരെ നമ്മുടെ ഷോർട്സ് ഒന്നും കാണൂല. മാക്സിമം പോയി കഴിഞ്ഞാൽ പകുതി വരെയൊക്കെ ആൾക്കാർ കാണുള്ളൂ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഷോർട്സിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാം. അതുപോലെ തന്നെ ഷോർട്സിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുക. ഇപ്പോൾ ലെങ്ത്ത് ആവശ്യമുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ വരെ ആയൊരു വീഡിയോ കൊണ്ടുപോകാം. പക്ഷേ അതിൽ നമ്മൾ സംസാരിക്കുന്നത് നല്ല ആക്റ്റീവായിട്ട് എൻഗേജിങ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സ് നല്ല ആക്റ്റീവ് ആക്കി വെക്കണം. ഷോർട്സിൽ നല്ല ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടിയാൽ മാത്രമാണ് നമ്മളുടെ ഓഡിയൻസ് നമ്മളുടെ ഷോർട്സ് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതല്ല നമ്മളുടെ ഷോർട്സ് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ബോറിംഗ് ആണ്, നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെയൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഓഡിയൻസ് ഷോർട്സ് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമ്മളുടെ ഷോർട്സ് പരമാവധി എൻഗേജിങ് ആക്കുക. നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ വോയിസ് കൊടുക്കാനൊക്കെ മടിയാണ് അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഷോർട്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഷോർട്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്ന കണ്ടന്റ് എന്താണോ അത് ഫസ്റ്റ് തന്നെ പറയാം. അതല്ലാതെ നമ്മൾ കഥ പറഞ്ഞ് ലാസ്റ്റക്ക് ആ ഒരു മെയിൻ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡിയൻസും ആ ഒരു കാര്യം കാണില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗിവ് അവേയുടെ കാര്യം ആദ്യം പറയും. കാരണം
നമ്മൾ പകുതി അല്ലെങ്കിൽ ലാസ്റ്റ് ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ആയൊരു വീഡിയോ കാണൂല. അപ്പോൾ ഗീവ് അവേനെ പറ്റിയിട്ട് ആരും അറിയുമില്ല. അപ്പോൾ എല്ലാ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ ഷോർട്സ് ഒരു 50% ആൾക്കാർ കാണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓഡിയൻസ് ഫുള്ളായിട്ട് ആ ഷോർട്സ് കാണാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഗീവ് അവേയുടെ കാര്യമായാലും കുറേ പേരൊക്കെ ഗീവ് അവേയുടെ കാര്യം അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പറയേണ്ട കാര്യം പറയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയൻസ് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ ഫോളോ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പറയാനുള്ള കാര്യം എന്താണോ അതാദ്യം പറയാം, പിന്നെ നമ്മളുടെ കണ്ടന്റിനെ പറ്റിയാണ് ഞാൻ പറയാറുള്ളത്. അതെൻ്റെ ഷോർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മണ്ടത്തരായിട്ടൊക്കെ തോന്നാം, പക്ഷേ എന്നാലും എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല, ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് പേർക്ക് നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുള്ള കമൻസ് ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് എപ്പോഴും ഷെയർ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ ഫോണിലെ സ്ക്രീൻ റെക്കോർഡ് എവിടെയാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടിയും അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. ഇനിയും ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സൊക്കെ അടിപൊളി വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ടിപ്പ് നമ്പർ 4 ആണ്. ടിപ്പ് നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആ ഷോർട്സ് എങ്ങനെയാണ് അത് റീച്ച് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് ആവറേജ് പെർസെൻറ്റേജ് വ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഷോർട്സ് വൈറലാവോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഒരു 50% മുകളിൽ ആൾക്കാർ നമ്മളുടെ ഷോർട്സ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അത്യാവശ്യം വൈറലാവാൻ ചാൻസ് ഉണ്ട്. അതല്ല 50% താഴെയാണ് നമ്മളുടെ ഷോർട്സിന് വ്യൂ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂസ് അങ്ങനെ അങ്ങോട്ട് സ്റ്റക്കായി പോട്ടോ. അപ്പോൾ പരമാവധി നമ്മളുടെ ഷോർട്സ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടി നമ്മൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ ചാനലിനെ അങ്ങനെ ഡൗൺ ആക്കി കളയും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല രീതിക്ക് ചെയ്യുക, അത്യാവശ്യം നല്ല കണ്ടന്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആവറേജ് പെർസെൻറ്റേജ് വ്യൂ കൂടിയാൽ മാത്രമേ നമ്മളുടെ ഷോർട്സിന് എൻഗേജ്മെൻറ്റ് കിട്ടുള്ളൂ. അത് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് അധികം ആൾക്കാരിലേക്ക് ഷോർട്സ് ഷെയർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ വ്യൂ അങ്ങനെ അങ്ങോട്ട് ഡൗൺ ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഷോർട്സിന് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഷോർട്സ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി 5ാമത്തെ ടിപ്പാണ്, നമ്മുടെ ലാസ്റ്റത്തെ ടിപ്പാണ്. നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കീവേഡ്സ് #ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം സ്ക്രീൻ റെക്കോർഡിങ് ഞാനിപ്പോഴാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ഇത്ര ലാഗ് ആയത്. നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ടൈറ്റിൽ കൊടുക്കുന്നത് കറക്റ്റായിട്ട് കൊടുക്കുക. കാരണം നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കുമല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വീഡിയോ പോകുന്നുണ്ടാവുക. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ ആ ഒരു ടൈറ്റിൽ നല്ല ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഓഡിയൻസ് കാണുള്ളൂ. അപ്പോൾ വ്യൂസ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എൻഗേജിങ് ആയിട്ടുള്ള നമ്മളുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ #ഉം കീവേഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളുടെ ഷോർട്സ് റീച്ച് ആവാൻ ചാൻസ് ഉള്ള കുറച്ച് #ഉം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ചാനലിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത യൂട്യൂബ് ടിപ്സ് വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരാം. ഇനി എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് ഒരു 10,000 ലൈക്കാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. കാരണം കുറേ പേരൊക്കെ നമ്മളുടെ വീഡിയോ 1-2 മിനിറ്റ് വരെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. ഹൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ ബൈ.